യോഗം അഥവാ തപസ് ഈ ഒരു കാര്യം ചെയ്യുന്നതിൽ നമ്മൾ ഒരിക്കലും അലസരാകരുത്. അലസത എന്നാൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ സമയത്ത് ചെയ്യാതെ പിന്നത്തേക്ക് മാറ്റിവെക്കുന്ന പോസ്റ്റ്പോണ്ടിങ് മെന്റാലിറ്റി. ആ അലസതയുള്ള ആളുകൾ എപ്പോഴും പല പല ഒഴിവ് കഴിവുകളും ന്യായവാദങ്ങളും പറഞ്ഞ് പ്രവൃത്തികളെ പിന്നീടത്തേക്ക് മാറ്റിവെക്കും. എന്നാൽ ഓർമ്മയുടെ യാത്ര, തപസ് അഥവാ ധ്യാനം, ഇതൊരിക്കലും പിന്നത്തേക്ക് മാറ്റിവെക്കരുത്. കാരണം ആത്മാക്കളായ നമ്മൾ ഓരോരുത്തരും പാവനമാകുന്നത് ഈ ഓർമ്മയിലൂടെ അഥവാ തപസ്സിലൂടെയാണ്. സ്വയം ഭഗവാൻ പോലും ഈ സമയത്ത് വന്നിരിക്കുന്നത് ആത്മാക്കളായ നമ്മുടെ എല്ലാവരുടെയും സേവനം ചെയ്ത് നമ്മളെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ആ ഒരു പ്രോസസ്സിൽ നമ്മളും വളരെ ആക്റ്റീവായി, അലേർട്ടായി, അലസതയ്ക്ക് പോകാതെ, ഒഴിവ് പറയാതെ റെഡി ആയിരിക്കണം. അതുകൊണ്ട് ഒരിക്കലും ഓർമ്മയുടെ യാത്രയിൽ അലസത പാടില്ല.